afraid. From now on, you will be catching men. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഒരു ലോകജീവിത യാത്രയിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഓരോ ദിവസവും നന്ദി പറയുവാൻ കൃപയാൽ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അനേക സന്ദർഭങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് പകൽക്കാലം ഈ വിഷയമാണ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവീൻ. ഇമ്മാനുവൽ പ്രയർ മിഷന്റെ ഉറവന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അനേക ഭക്തന്മാരിലൂടെ, അനേക ശ്രേഷ്ഠന്മാരിലൂടെ ദൈവത്തിൻ്റെ ആഴമേറിയതായിരിക്കുന്ന വചനങ്ങളെ പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ സവിസ്തരമായി ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുദേവൻ നടന്നു വരുമ്പോൾ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച് ശിമോനും തൻ്റെ സഹപ്രവർത്തകരായ സഹോദരങ്ങളും സബദി മക്കളും ഒന്നും കിട്ടാതെ അവർ നിരാശരായിട്ട് വല കഴുകുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അനേക പടകുകൾ സമീപത്തുണ്ട്. ആ പടകുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ പത്രോസിനെ നാം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ആ പത്രോസിന്റെ മുഖത്തേക്ക് വളരെ ഭാരമുണ്ട്, നിരാശയുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, ഇല്ലായ്മകളുടെ, ശൂന്യതയുടെ, ദുഃഖത്തിൻ്റെ ആ മുഖം നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് കർത്താവായ യേശുദേവൻ ഗെനസരേത്ത് തടാകത്തിന് സമീപത്തേക്ക് കടന്നു വരുന്നത്. അവിടെ വച്ച് ഈ പടൽ കാണുകയാണ്. അവിടെ യേശു കർത്താവ് ഈ ശിമോനോട് ചോദിച്ചു, ഞാൻ ഈ പടകിലൊന്ന് കയറിക്കോട്ടെ? ശിമോൻ പറഞ്ഞു, കയറിക്കോളൂ. അങ്ങനെ കർത്താവായ യേശുദേവൻ ആ പടകിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. അനേക ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി ഈ കടപ്പുറത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്താണ് ഇത്ര വലിയ പ്രത്യേകത ആ കാലഘട്ടങ്ങളിൽ? പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ നിത്യജീവൻ നൽകുന്ന വാക്കുകളാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കടന്നു വരികയാണ്. നിത്യജീവൻ നൽകുന്ന വാക്കുകളാണ്. നിത്യജീവൻ്റെ മൊഴിയാണ്. അത് ആശ്വാസം നൽകുന്നതാണ്, വേദനകളെ അകറ്റുന്നതാണ്, കണ്ണുനീരിനെ തുടയ്ക്കുന്നതാണ്, സങ്കടത്തെ മാറ്റുന്നതാണ്, വ്യതകളെ അകറ്റുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് വേദനകളുമായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ വളരെ ആശ്വാസമായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലുള്ളതായിരിക്കുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും ഭാരപ്പെടാറുണ്ട്, സങ്കടങ്ങൾ വരാറുണ്ട്, വേദനകൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വചനമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, അത് ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, സന്ധിമജ്ഞകളെ തുളച്ചു ചെല്ലുന്നതാണ്, അത് വിവേചിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ലുധിയായുടെ ഹൃദയം തുറക്കുകയാണ് ദൈവദിനം കേൾക്കേണ്ടതിന് വേണ്ടി. അവളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ദൈവദാസനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ചില ദിവസങ്ങൾ അവിടെ പാർത്തു, വചനം കേട്ടു. അവര് വീടൊന്നടക്കം ആനന്ദിച്ചു. അങ്ങനെയാണ് വായിക്കുന്നത്. നമുക്ക് ആനന്ദിക്കുവാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. എന്തിനാണ് ഇപ്രകാരമുള്ളതായ ഒരു വേദന, ഇത്രമാത്രമുള്ള ഒരു സങ്കടം, ഈ വിധകൾക്കൊക്കെ ഒരു ആശ്വാസം നമുക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഈ വേദനകളും ഭാരങ്ങളും ഒക്കെ മാറ്റുവാൻ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുകയാണ്, എന്തിനാണ് ഹൃദയത്തിലെ ഭാരവുമായിട്ട് നടക്കുന്നത്? ഏതു നേരത്തും നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്നാണ്. ഏതു നേരത്തും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറയുന്നത്. ഇടിപ്പോൾ കർത്താവായ യേശുദേവൻ ഈ പടകിലിരുന്നു കൊണ്ട് വന്നതായിരിക്കുന്ന ജനത്തോട് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാനിടയായി തീർന്നു. അതിനുശേഷം യേശു കർത്താവ് ശിമോനോട് പറയുകയാണ്, മീൻ പിടിക്കുന്നതിന് വേണ്ടി ആഴത്തിലേക്ക് വലയിറക്കുവീൻ. അപ്പോൾ പത്രോസ് 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിൽ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അവിടെ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന് അനുസരണം എന്ന വിഷയമാണ്. ദൈവത്തിൻ്റെ വചനം ഒന്ന് കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുകയും അത് അനുസരിക്കുകയും അത് പാലിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. മറുതലിക്കുന്നത് കൊണ്ടല്ല, എതിര് പറയുന്നത് കൊണ്ടല്ല, എതിര് നിൽക്കുന്നത് കൊണ്ടല്ല, നമ്മൾ അനുസരിക്കുന്നത് കൊണ്ടാണ് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പത്രോസിനെ പോലെ അനുസരണ മനോഭാവമുള്ളവരായി നാം തീരേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിലാകട്ടെ, പ്രയാസ നടുവിലാകട്ടെ, നാം പലപ്പോഴും നിരാശപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ അനുസരണമുള്ളവരായി തീരണം. വചനം കേൾക്കുമ്പോൾ ഇപ്പോൾ കർത്താവായ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലയിറക്കുവീൻ. അപ്പോൾ പത്രോസ് പറഞ്ഞത് വലയിറക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മീൻകൂട്ടം അവർക്ക് ലഭിക്കപ്പെടാനിടയായി തീർന്നു. അവരുടെ പടകിലേക്ക് അത് കയറ്റുവാൻ കഴിയാതെ വണ്ണം വല നിറയഞ്ഞു. ഈ സമയത്ത് അടുത്ത പടകുകാരെ കൂടെ ചേർത്ത് വിളിച്ച് ഒന്ന് സഹായിക്കണമേ എന്ന് പറയാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ ഒരു ശബ്ദമാണ് അവിടെ വന്നത്. ശൂന്യമായിരിക്കുന്ന പടകിനെ നിറയ്ക്കുവാൻ കഴിയുന്നവൻ അരികിൽ വന്നിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല അവൻ ആരാണ്. അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. അവൻ ആരാണ്? ഇപ്പോൾ ഈ പടകിൽ നിൽക്കുന്നത് ആരാണ്? അവൻ ഇമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ പത്രോസ്, പടക് നിറയുന്ന അവസ്ഥ കണ്ടപ്പോൾ പത്രോസിന് മനസ്സിലായി അത് ഒരു ദിവ്യപുരുഷനാണ്, ഒരു ഭക്തനായ മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് പത്രോസ് കടലിലേക്ക് എടുത്ത് ചാടി. നാഥ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് പറയാനിടയായി. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും, എന്നെ അനുഗമിക്കുക. പത്രോസ് അതനുസരിക്കുകയാണ്. ആ പത്രോസ് കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായി പിൻകാലങ്ങളിൽ അറിയപ്പെട്ട വ്യക്തിയായിട്ട് മാറി. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുക. ശൂന്യമായിരിക്കുന്നൊരു അവസ്ഥയായിരിക്കാം. പത്രോസിനെ പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയായിരിക്കാം. ഒരിക്കൽ പത്രോസിന് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം പ്രാപിച്ച വ്യക്തിയാണ്. ഒരുപാട് പ്രാവശ്യം പടക് നിറഞ്ഞ വ്യക്തിയാണ്. ഒരുപാട് ആനന്ദം കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ശൂന്യമായിരിക്കുന്ന അവസ്ഥയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരിക്കൽ നിറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് ശൂന്യതയാണ്. സാമ്പത്തികമായും മാനസികമായും തകർന്നും ഇരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അവനിലേക്കൊന്ന് ചാരാം. അവനിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, വിശ്വാസ ജീവിതത്തിൻ്റെ പുതിയ പാതയിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ആ പത്രോസ് കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാരിൽ അതിശ്രേഷ്ഠനായി, ഏറ്റവും അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായി കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കറിയാം, പത്രോസ്
അനേക സന്ദർഭങ്ങളിൽ യേശുവിനോട് കൂടെ നടക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ഒക്കെ ചെയ്ത ആ ദൈവത്തിൻ്റെ ദാസനാണ്. ആ പത്രോസ് അവസാനമായി ലേഖനം എഴുതിയപ്പോൾ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്. അതിൻ്റെ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടത് വിചാരിച്ചുകൊണ്ട് അവൻ ഊടാടി ചുറ്റി സഞ്ചരിക്കുന്നു. അതിൽ വീണുപോകാതെ നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതാണ് പത്രോസ് പറയുന്നത്, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നമുക്ക് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. നമ്മുടെ ഭവനത്തിന് വേണ്ടി താണിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താണിരിക്കാം. ജീവിതമാകുന്ന ഈ പ്രയാണത്തിൽ അനേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നമുക്ക് അവരിൽ ആശ്രയിക്കാം. കർത്താവേ, ഈ പത്രോസിനെ പോലെ അനുസരണ മനോഭാവത്തോടെ കടന്നു വരുന്നു. പലപ്പോഴും നിരാശപ്പെട്ട അവസ്ഥയുണ്ട്, ഭാരപ്പെട്ട അവസ്ഥയുണ്ട്, സങ്കടപ്പെട്ട അവസ്ഥയുണ്ട്. ആ സങ്കടങ്ങളും വേദനകളും എല്ലാം നമുക്ക് അവൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ശൂന്യതയെ മാറ്റുവാൻ അവൻ നമ്മുടെ അരികിലുണ്ട്, വിടുവിക്കാൻ അവൻ നമ്മുടെ അരികിലുണ്ട്. അതുകൊണ്ട് പകൽക്കാലം നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ആ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ, നാഥ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണം. നിന്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കണം. അഭിഷേകത്താൽ നിറയ്ക്കണം. പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അടുത്തും അകലെയുമായി ജീവിതഭാരവുമായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ രോഗമുള്ളവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. രോഗത്തിൻ്റെ വിവിധമായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായി കടബാധ്യതകൾ കൊണ്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആ പത്രോസ് ഒന്നുമില്ലാതെ ശൂന്യമായിരിക്കുന്ന പടകിനെ നോക്കിക്കൊണ്ട് വിലപിച്ചതുപോലെ ഒന്നുമില്ലായ്മയിൽ കരയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവേ, നിന്റെ വചനം അയച്ച് ഓരോ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണം. ആ പടകൊന്ന് നിറയുവാൻ, ആ പടകിൽ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണം. ഈ വരും പ്രയാണത്തിൽ ആ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നുകൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, മാനവമഹത്വം പങ്കെടുക്കണം. യേശു രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ
subscribe to my channel. And also press this bell icon.